അസ്സലാമലൈക്കും. ഇനി അതിൽ തന്നെ 6 പറയുന്നത്, ഞങ്ങളെ നീ നേർമാർഗത്തിൽ ചേർക്കണമേ. 7 പറയുന്നത്, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലുമല്ല, പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല. കോപത്തിന് ഇരയായവർ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത തെറ്റുകൾ ചെയ്ത ആളുകൾ, യഥാർത്ഥ സത്യത്തിൽ നിന്ന് വഴി തെറ്റിയിട്ട് സത്യനിഷേധികളായ ആള്, അത്തരം ആളുകളിലൊന്നും നീ ഞങ്ങളെ പെടുത്തല്ലേ എന്നാണ് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന ആ ഒരു ഭാഗമാണത്. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. അള്ളാഹു അനുഗ്രഹിച്ചവർ യഥാർത്ഥത്തിൽ ആരാണ്? യഥാർത്ഥ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയിട്ട് അതിനെ വിശ്വസിക്കുന്ന ആളുകളാണ് യഥാർത്ഥ അള്ളാഹിന്റെ അനുഗ്രഹം ലഭിച്ചവര്. ആ മാർഗത്തിൽ ചേർക്കാനാണ് അള്ളാഹുവിനോട് നമ്മൾ ഇവിടെ തേടുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യം മനസ്സിലാക്കാം. ഇത് ഓരോ ചെറിയ ചെറിയ ആയത്തുകളാണെങ്കിൽ ഇതിനെ ഒരുപാട് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. കാരണം അത്രയും സൃഷ്ടാവിനെ പറ്റി വർണ്ണിക്കാൻ നമുക്ക് ഇവിടെ സാധിക്കും. പക്ഷെ ഈ യഥാർത്ഥ ഖുർആനെ മനസ്സിലാക്കിയ ആളുകൾക്ക് ഇതിൽ ഓരോ ആയത്തിലൂടെ എന്താണ് അള്ളാഹു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താണ് അള്ളാഹു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ തന്നെ എടുക്കുന്ന സബ്ജക്റ്റ് നിങ്ങൾക്കറിയാം. ഞാൻ ഈ ഒരു സബ്ജക്റ്റാണ് എടുക്കുന്നത്, എന്തുമായി ബന്ധപ്പെട്ടതാണ്. ഖുർആനിലെ ഓരോ അധ്യായത്തിലേക്ക് പോകുമ്പോഴും അതിലൊക്കെ ഒരു ബന്ധങ്ങളുണ്ട്. അതിലൊക്കെ ഈ ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റ് തന്നെയാണ്, പക്ഷെ അതൊരു ചങ്ങല പോലെ ഓരോ അധ്യായത്തിനെയും അത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അത് മനസ്സിലാക്കിയ ആളുകൾക്ക് അത് തന്നെയാണ് ഇത് പറയുന്നത് എന്നുള്ളത് ഊഹിക്കാൻ കഴിയും. അതേപോലെയാണ് വിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായത്തിലും ഓരോ ആയത്തും പറയുന്നത്. അത് അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ ഓരോ ആയത്തുകളായിരിക്കും അത്. എന്താണ് അതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് ഓരോ ആയത്തും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് ഏകദേശം ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. എല്ലാം ഒരേ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് എന്നുള്ളത്, അതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം.